അതേപോലെ നിഖിൽ, എല്ലാവരും ചേരുന്നു അവരിലേക്ക്. എന്തായാലും ആദ്യ ഫല സൂചനകൾ കൃത്യം 10 മിനിറ്റിനുള്ളിൽ തന്നെ അറിയാൻ കഴിയും. ആദ്യം പോസ്റ്റൽ വോട്ടുകളാണ് എണ്ണുന്നത്. 1403 പോസ്റ്റൽ വോട്ടുകളാണ് ഉള്ളത്. എന്തായാലും വോട്ടെണ്ണൽ ആരംഭിച്ചിരിക്കുന്നത് തന്നെയാണ് ഈ നിമിഷത്തിൽ ഏറ്റവും പ്രധാനമായും പറയേണ്ടത്. 1403 പോസ്റ്റൽ വോട്ടുകളാണ് ആദ്യം എണ്ണുന്നത്. 4 ടേബിളുകളാണ് പോസ്റ്റൽ വോട്ടുകൾ എണ്ണുന്നതിനായി ഉള്ളത്. അതോടൊപ്പം തന്നെ അതിനുശേഷം വഴിക്കടവ് പഞ്ചായത്തിലാണ് ആദ്യം എണ്ണുക. വഴിക്കടവ് പഞ്ചായത്ത് നോക്കുകയാണെങ്കിൽ വലിയ സ്വാധീനം UDF-നുള്ള ഒരു പഞ്ചായത്ത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. 2016-ൽ LDF-നൊപ്പം നിന്നെങ്കിൽ പോലും 2021-ൽ നേരിയ ഒരു ലീഡ് UDF-ന് വഴിക്കടവ് പഞ്ചായത്തിൽ നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനമായും പറയേണ്ടത്. എന്തായാലും വോട്ടെണ്ണൽ ആരംഭിച്ച് 6 മിനിറ്റ് പിന്നിട്ടിരിക്കുന്നു. ഇനി ലീഡ് നില വന്നു തുടങ്ങും. അത് അല്പസമയത്തിനകം തന്നെ ആര് മുന്നിട്ട് നിൽക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് വരാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൃത്യം 8:10 ശേഷം തന്നെ കൃത്യമായ വിവരങ്ങൾ, ലീഡ് എങ്ങോട്ടാണ് നിലമ്പൂർ സഞ്ചരിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയും. ആൻഡ്രി, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇനിയിപ്പോൾ 1403 പോസ്റ്റൽ ബാലറ്റുകളാണ് എണ്ണാനുള്ളത്. അതിന് തൊട്ടു പിന്നാലെ 8:10 തന്നെ EVM വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടുകൾ എണ്ണിത്തുടങ്ങും. 1,72,000 വോട്ടുകളാണ് ഇത്തവണ പോൾ ചെയ്തിട്ടുള്ളത്. ഏതാണ്ട് 19 റൗണ്ടുകളാണ് 19 റൗണ്ടുകളിലായിട്ടായിരിക്കും വോട്ടെണ്ണൽ നടക്കുക. ഇതിനായി 14 ടേബിളുകൾ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ഒപ്പം ഈ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുന്നതിന് 4 ടേബിളുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. അങ്ങനെ ഏതാണ്ട് 8:10 തന്നെ വോട്ടിംഗ് മെഷീനുകളെ വോട്ടും എണ്ണിത്തുടങ്ങുന്നതോടുകൂടി 8:30 ഏതാണ്ട് ആദ്യ ഫലസൂചനകൾ പുറത്തേക്ക് വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും പൊതുവെ പറയുന്നത് നിലമ്പൂരിന്റെ ഫലം വഴിക്കടവ് പറയും. വഴിക്കടവ് വഴി തുറക്കും നിലമ്പൂരിൽ ആര് എന്നുള്ളതാണ് പ്രധാനമായും സാധാരണ നിലയിൽ പറയാറുള്ളത്. ആദ്യ 4 റൗണ്ടുകളിൽ എണ്ണുന്നത് വഴിക്കടവ് പഞ്ചായത്തിലെ ബൂത്തുകളിലെ വോട്ടുകളാണ്. 1 മുതൽ 46 വരെയുള്ള ബൂത്തുകളാണ് വഴിക്കടവ് പഞ്ചായത്തിലുള്ളത്. ഏതാണ്ട് അത് UDF-ന്റെ ഒരു ശക്തി കേന്ദ്രമാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ തവണ പക്ഷേ 35 വോട്ടിന്റെ ഒരു ലീഡ് മാത്രമാണ് അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞത് എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. ഏതായാലും ഇത്തവണ UDF വലിയ ഒരു വിജയം, വഴിക്കടവിൽ വലിയൊരു ഭൂരിപക്ഷം ഉണ്ടാക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. പക്ഷേ LDF ക്യാമ്പ് പറയുന്നത് 1000 വോട്ടൊക്കെ ഉള്ള ഭൂരിപക്ഷത്തിലേക്ക് പോയാൽ സ്വാഭാവികമായും അവിടെ ഫലം മാറിമറിയാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഏതായാലും വഴിക്കടവ് 2016-ൽ അവിടെ PV അൻവറിന് 2000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ആ ഘട്ടത്തിൽ ലഭിച്ചിരുന്നത്. പിന്നീട് കഴിഞ്ഞ തവണ അത് 35 വോട്ടായി കുറഞ്ഞു. ഇത്തവണ UDF-ന്റെ പ്രതീക്ഷ അതാണ്. കാരണം അൻവർ അവിടെ ഇല്ല. അൻവറിന് അനുകൂലമായ ചില വോട്ടുകൾ കൂടിയുണ്ട്. അപ്പോൾ ആ വോട്ടുകൾ എങ്ങോട്ട് പോകുമെന്നുള്ളൊരു ഇതാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും വഴിക്കടവ് LDF കഴിഞ്ഞ തവണ UDF-നോടെ 35 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് അവിടെ LDF-ന് കിട്ടിയത്. പിന്നീടുള്ളത് മൂത്തേടമാണ്. അത് മുസ്ലിം ലീഗിന്റെ ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. കഴിഞ്ഞ തവണ അവിടെ UDF-ന് 1803 വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിച്ചിരുന്നു 2021-ൽ. അങ്ങനെ എടക്കരയിലേക്ക് വരുമ്പോഴും അതും UDF-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തി കേന്ദ്രം തന്നെയാണ്. അവിടെ കഴിഞ്ഞ തവണ പക്ഷേ 97 വോട്ടിന്റെ ഒരു ലീഡ് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നീട് പോത്തുകല്ലാണ് എണ്ണുക. പോത്തുകല്ല് LDF സ്ഥാനാർത്ഥി സ്വരാജിന്റെ മണ്ഡലം എന്നുള്ളത് കൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായാലും അവിടെയും CPM ആണ് ഭരിക്കുന്നത്. പക്ഷേ അവിടെ കഴിഞ്ഞ തവണ പോത്തുകല്ലിലും LDF-ന് അവിടെ 506 വോട്ടിന്റെ ഒരു ലീഡ് 2021-ൽ ഉണ്ടായിരുന്നു. പക്ഷേ 2016-ൽ അത് 940 ആയിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഏതാണ്ട് വഴിക്കടവിലെ ഫലം ഏറെ നിർണായകമാണ്.